കാരണം ഇവിടെ ഇരിക്കുന്ന ആൾ ശുപാർശ കേൾക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് അത്തരം കലാപരിപാടികൾ നിർത്തണം. ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 29 രാത്രി സുരാജ് ഓടിച്ച കാറിടിച്ച് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റിരുന്നു. അമിത വേഗതയിലാണ് സുരാജ് വെഞ്ഞാറമൂട് കാർ ഓടിച്ചിരുന്നത് എന്നാണ് ആരോപണം. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. തുടർ നടപടിക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയിരുന്നു. ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ സുരാജിന് നോട്ടീസ് നൽകി. പക്ഷേ 3 തവണ നോട്ടീസ് അയച്ചിട്ടും മറുപടി ലഭിച്ചില്ല. തുടർന്ന് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് നീങ്ങുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ സുരാജിന് കൂടുതൽ സമയം അനുവദിച്ചിരിക്കുകയാണ്. താരമെന്ന നിലയിലെ തിരക്കുകൾ പരിഗണിച്ചാണിത്. വാഹനാപകടത്തിൽ പോലീസിന്റെ എഫ്ഐആർ മാത്രം പരിശോധിച്ച് ആരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യരുതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എഫ്ഐആർ വിശദമായി പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്നാണ് നിർദ്ദേശം. അന്വേഷണം പൂർത്തിയായ ശേഷം സുരാജിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് വ്യക്തമാവുകയുള്ളൂ. കഴിഞ്ഞ ജൂലൈ 29 രാത്രി തമ്മനം കാരണക്കോടം റോഡിലായിരുന്നു സുരാജ് ഓടിച്ച കാറിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റത്. മലപ്പുറം മഞ്ചേരി സ്വദേശി 31 വയസ്സുള്ള ശരത്തിനാണ് വലതുകാലിന് പരിക്കേറ്റത്. സുരാജ് വെഞ്ഞാറമൂടിന്റെ ലൈസൻസ് സസ്പെൻഷൻ നീട്ടിയത് ശരിയാണോ? അമിത വേഗതയിൽ വാഹനമോടിച്ചത് ഗുരുതരമായ കുറ്റമല്ലേ? നിയമം എല്ലാവർക്കും ഒരുപോലെ അല്ലേ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യാൻ മടിക്കരുതേ. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാനും കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.